ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ തുമ്പി. ഭയങ്കര ദേഷ്യക്കാരിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ തുമ്പ. ഭയങ്കര പാവാണ്. ആരെന്ത് ചെയ്താലും മൂളിക്കൊണ്ടിരുന്നോളും കേട്ടോ. തുമ്പയ്ക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലടാ. എലിനൊന്നും പിടിക്കത്തില്ല, എപ്പോഴും മാനത്തോട്ട് നോക്കി ഇരിക്കത്തേ ഉള്ളൂ. തുമ്പിക്കും പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ല, എപ്പോഴും ഇവളും മാനത്തോട്ട് നോക്കി ഇരിപ്പതേ ഉള്ളൂ. എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് തുമ്പ വന്നത്. പക്ഷെ വന്നപ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയിട്ടുണ്ടോ. ഉണ്ടോ എന്തായാലും ഇവിടം വരെ വന്നല്ലേ എന്ന് വിചാരിച്ചോണ്ടോ തുമ്പ ഇപ്പം ഈ വെള്ളം കുടിക്കുന്നത്. രണ്ടും ഒരുമിച്ചിരുന്ന് കുടിക്കുന്ന ചരിത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. തുമ്പിക്ക് ഗ്ലാസ്സിനകത്ത് കൊടുത്താലേ തുമ്പി കുടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ തുമ്പിക്ക് ഇറങ്ങത്തില്ലെന്നേ. രാവിലെ ഇന്ന് വിഷുവല്ലേ, രാവിലെ വലിയ കണിയൊക്കെ ആയിട്ടാണ് തുമ്പ വന്നേക്കുന്നത്. തുമ്പി എപ്പോഴും എലിനെ പിടിച്ച് വാതിക്കേടും, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കണി. എന്ത് ചെയ്യാനാ, രാവിലെ തന്നെ ഇതായിരുന്നു കണി. പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്വന്തം ലാവി. പാവമാണ്, സൽസ്വഭാവിയാണ്. ലക്കിയും പാവമാണ്, സൽസ്വഭാവിയാണ്. ലാവിക്കാണ് കുറച്ചും കൂടെ സ്നേഹക്കൂടുതൽ. ലാവി നമ്മുടെ അടുത്തുനിന്ന് അങ്ങനെ പോകത്തില്ല. പക്ഷെ ലക്കി അപ്പുറത്തെ വീട്ടുകാരുടെ അടുത്തുനിന്ന് സന്ദർശിക്കാൻ പോകാറുണ്ട് കേട്ടോ. നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. ലാവി അതുകൊണ്ട് നമ്മുടെ അടുത്തുനിന്ന് എങ്ങോട്ടും പോകത്തില്ല. ലാവി ഒന്നാമത്തെ ഒരു പേടിച്ച തുറിയാണ്, അതുകൊണ്ട് ദൂരെ എങ്ങോട്ടും പോകത്തില്ല ലാവി. പക്ഷെ ലക്കി അത്ര പേടിയില്ലാത്തവനാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് ലക്കി എപ്പോഴും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കാട്ടിലോട്ടും ഒക്കെ പോവാറുണ്ട്. ലക്കിയും പാവാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇവനും വന്നായിരുന്നു. പിന്നെ അഴിച്ചുവിട്ട എല്ലാ ദിവസവും അപ്പുറത്തെ വീട് സന്ദർശിക്കാൻ പോകാറുണ്ട്. ഈ വീടാണ് എപ്പോഴും അവൻ സന്ദർശിക്കാൻ പോകുന്ന വീടേ. എന്ത് ചെയ്യാനാ. അപ്പം നാളെ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.